ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. അപ്പോൾ നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് വേയുടെ പാർട്സ് എന്തൊക്കെ, കമ്പോണൻറ്റ് പാർട്സ് എന്തൊക്കെ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫിക്ഷേഴ്സും ഫാസനിങ്സ് എന്തൊക്കെയാണ്, അതിന് പുറമെ എങ്ങനെയാണ് റെയിൽവേ ട്രാക്ക് ലേ ചെയ്യുന്നത്, അതായത് പ്ലേറ്റ് ലേയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒരു റെയിൽവേ ട്രാക്ക് കമ്മീഷനായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലൂടെ എന്നും അനേകം ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിച്ചു വെച്ച, മുറുക്കി വെച്ച സ്ക്രൂ, നട്ട്, ബോൾട്ട്, സ്പൈക്സ് എല്ലാം അതേ പൊസിഷനിൽ, അതേ ടൈറ്റിൽ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് നമ്മൾ എന്നും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ റെയിൽവേ ട്രാക്കുകളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, അതിനാരൊക്കെയാണ് ഉത്തരവാദികൾ, എങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഒരു കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമല്ല. ലൈവായിട്ട് നമ്മൾ ഫീൽഡിൽ ചെന്ന് അന്വേഷിക്കണം എന്താണ് റെയിൽവേ ട്രാക്കിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ഈ ഫീൽഡിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് 12 പീപ്പിൾ ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഗാങ്മെൻ. ഈ 12 ആളുകളുടെ കൂട്ടമാണ് റെയിൽവേ ട്രാക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ആ 12 ആളുകളുടെ കൂട്ടത്തിൻ്റെ ഗാങ്മെന്നിൻ്റെ ലീഡറെ വിളിക്കുന്ന പേരാണ് ഗാങ് മെയ്റ്റ് ഓർ ഗാങ്ങർ. ഈ ഗാങ്ങറുടെ താഴെ ഒരു കീമാനും ഉണ്ടാകും. കീമാൻ, ഈ ആശാരി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കീമാൻ, അദ്ദേഹമാണ് ഈ നട്ടും ബോൾട്ടൊക്കെ ഇട്ട്, ചെറിയ സ്പാനറൊക്കെ ഇട്ട് നട്ടും ബോൾട്ടൊക്കെ മുറുക്കി, ഫിഷ് പ്ലേറ്റ്സ് എല്ലാം മുറുക്കി, ഡോഗ് സ്പൈക്ക് എല്ലാം അടിച്ച് താത്തി ഉറപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് കീമാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് 12 ആളടങ്ങുന്ന മൊത്തം ടീമിനെ വിളിക്കുന്ന പേരാണ് ഗാങ്മെൻ. അതിൻ്റെ ഹെഡിനെ വിളിക്കുന്ന പേരാണ് ഗാങ് മെയ്റ്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കിൽഡ് വർക്കർ ആയിരിക്കും കീമാൻ. ഇത്രയും പേരടങ്ങുന്ന ഈ 10 ഗാങ്മെനും ഒരു ഗാങ്ങറും ഒരു കീമാനും അടങ്ങുന്ന 12 അംഗ ടീമാണ് റെയിൽവേ ട്രാക്കിൻ്റെ മെയിൻ്റനൻസ് ഫീൽഡിൽ ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഓരോരുത്തർക്കും, ആ 12 പേരടങ്ങുന്ന കൂട്ടത്തിന് നമ്മൾ ഓരോരോ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ടാകും റെയിൽവേ ട്രാക്കിന്. ഇതാ ഈ 5 മുതൽ 6 കിലോമീറ്റർ നിങ്ങളാണ് നോക്കേണ്ടത്, ഈ 5 മുതൽ 6 കിലോമീറ്റർ നിങ്ങളാണ് നോക്കേണ്ടത്. അങ്ങനെ വിവിധ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇവർക്ക് സുപ്പീരിയർ ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ മേലധികാരികളുണ്ട്. അപ്പോൾ മേലധികാരികൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും, പണികൾ കൊടുക്കും. ആ പണികൾ കൃത്യസമയത്ത് സമയത്ത് ചെയ്ത് തീർക്കുക. മാത്രമല്ല റെയിൽവേ ട്രാക്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ ഗാങ്മെൻ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് എക്സാം റിലേറ്റഡ് ആയിട്ട് ഇതുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഈച്ച് 5 to 6 കിലോമീറ്റർ ഓഫ് ദ റെയിൽവേ ട്രാക്ക് ഓർ ദ പെർമനൻറ്റ് ട്രാക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ടു ഗാങ്മെൻ, എ സെറ്റ് ഓഫ് ഗാങ്മെൻ. ആ ഗാങ്മെന്നിനായിരിക്കും ആ 5 to 6 കിലോമീറ്റർ പരിധിയുടെ ഉത്തരവാദിത്തം. ആൻഡ് അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ഗാങ്മെൻ തന്നെ ആയിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരിക. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മെയിൻ്റനൻസിൽ വരിക? നമുക്കറിയാം, റെയിൽവേ ട്രാക്കിന് ഒരു ലെവലുണ്ട്, ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ട്രാക്ക് ലെവൽ തെറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് പൊങ്ങിയിട്ടൊന്ന് താഴ്ത്താണോ, പിന്നെ അതേപോലെ റെയിൽവേ ട്രാക്ക് കൃത്യമായി നമ്മൾ അലൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴും പഴയ അലൈൻമെൻറ്റിൽ തന്നെയാണോ ഇരിക്കുന്നത്? റെയിൽവേ ട്രാക്കുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ട്രാക്ക് കമ്പോണൻ്റ് ആയിട്ടുള്ള സ്ലീപ്പേഴ്സ്, റെയില്, അതിൻ്റെ താഴെയുള്ള ബല്ലാസ്റ്റ് എല്ലാം നമ്മൾ വെച്ച പോലെ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഫുള്ളി ഫങ്ഷണൽ ആണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഈ ആളുകളുടെ ഡ്യൂട്ടിയാണ്. ഇനി നമ്മൾ ഈ ടോട്ടൽ മെയിൻ്റനൻസ് പരിപാടി, മെയിൻ്റനൻസ് എന്നുള്ള സംഭവത്തിന് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ വൺ ഈസ് പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, ദ അതർ വൺ ഈസ് ഡെയിലി മെയിൻ്റനൻസ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ മെയിൻ്റനൻസ്. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. പറയുന്ന സമയത്ത് ഞാനത് സ്ക്രീനിൽ കാണിക്കും, നിങ്ങളത് നോട്ടിൽ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക.
ഡെയിലി മെയിൻ്റനൻസിൽ നമ്മൾ പ്രധാനമായും വരുന്നത് എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞ ഈ ഗാങ് ഓഫ് 12 പീപ്പിൾ ഈ ട്രാക്ക് പോയി കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പം അവിടെ പോയിട്ട് പരിശോധിക്കണം ട്രാക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടോ, പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ മെയിൻ്റനൻസ് ജോലി. ഇത് ഡെയിലി ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഈ ഫിഷ് ബോൾസും ഫിഷ് പ്ലേറ്റൊക്കെ ലൂസായി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്നും പോയിട്ടൊന്ന് ടൈറ്റൻ ചെയ്യേണ്ടി വരും. അതേപോലെ ക്വാർട്ടർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ മാത്രമല്ല പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു കീ ലോക്കാണ്. ഫാസിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബോൾട്ട്, നട്ട്, സ്ക്രൂ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫാസനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാസനിങ് സിസ്റ്റമാണ് ക്വാർട്ടർ കീ ആൻഡ് ക്വാർട്ടർ എന്ന് പറയും. അപ്പോൾ റെയിൽവേയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ടൈറ്റൻ ചെയ്യുക. ഓയിലിംഗ് ഓഫ് ദ സ്ലൈഡ് ചെയേഴ്സ് അറ്റ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടങ് റെയിൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ടങ് റെയിൽ എങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് ഏത് റെയിലിനോട് മുട്ടി നിൽക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് അതിന് മുകളിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്മൂത്ത് സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് ടങ് റെയിലിൻ്റെ താഴെ കൃത്യമായി ലൂബ്രിക്കേറ്റഡ് ആയിരിക്കണം, സ്റ്റക്ക് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഓയിൽ ചെയ്യണം. അതെന്നും ചെയ്യണം, കുറച്ച് ചെയ്തു വെച്ച് അങ്ങ് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് ഓയിൽ ചെയ്യേണ്ടതൊക്കെ ഡെയിലി മെയിൻ്റനൻസ് പെട്ടിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും മൈനർ ഫിറ്റിങ്സ് എല്ലാം ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ ഡെയിലി മെയിൻ്റനൻസിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി മെയിൻ്റനൻസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാറൊക്കെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഉണ്ട് അല്ലേ? ആദ്യം കാർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ, പിന്നെ 6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, പിന്നെ ഓരോ വർഷം കൂടുമ്പം, പിന്നെ 4 വർഷം കൂടുമ്പോൾ ഒരു മേജർ സർവീസ്. ഇതൊക്കെ ഓരോ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് സർവീസാണ്. അതേപോലെ റെയിൽവേ ട്രാക്കിനും പീരിയോഡിക്കൽ മെയിൻ്റനൻസ് സർവീസസ് ഉണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. റെഗുലർ ഇൻ്റർവെല്ലിലാണ് ഈ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ചെയ്യുക എന്ന് നമ്മൾ ഓർത്തിരിക്കണം. റെയിൽവേ ട്രാക്ക് നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് അതൊരു അലൈൻമെൻറ്റും ലെവലും പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിൻ്റെ ഫങ്ഷൻസൊക്കെ കൃത്യമായി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു റെയിൽവേ ട്രാക്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോ? എത്രത്തോളം വേരിയേഷൻസ് വന്നിട്ടുണ്ട്, എത്രത്തോളം ക്രീപ്പ് വന്നിട്ടുണ്ട്, റെയിൽവേയിൽ അലൈൻമെൻറ്റുകൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മളൊരു പ്രീവിയസ് റഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കറക്റ്റ് ചെയ്യേണ്ടത് ഈ പീരിയോഡിക്കൽ മെയിൻ്റനൻസിലാണ്. അതായത് എന്നും പോയിട്ട് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യില്ല, എന്നും പോയിട്ട് ലെവൽ ചെക്ക് ചെയ്യില്ല. ഇതൊരു ഇത്ര സമയം കൂടുമ്പോൾ നമ്മൾ പോയിട്ട് ലെവലും അലൈൻമെൻറ്റും എല്ലാം ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് എന്തെങ്കിലും ഡിഫക്ട്സ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ കറക്റ്റ് ഇറ്റ്. അപ്പോൾ അതൊക്കെ പീരിയോഡിക്കൽ മെയിൻ്റനൻസിൽ പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ മെയിൻ്റനൻസ് ആണ്. സ്പെഷ്യൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും തകരാറുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റെയിലിന് ഒരു ലൈഫൊക്കെ ഉണ്ട്. ആ ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെയിലിൻ്റെ മാക്സിമം ഒരു വിയറിങ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. 5% കൂടുതൽ റെയിൽ വിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെയിൽ അത് മാറ്റണം. അപ്പോൾ അതൊക്കെ ഒരു സ്പെഷ്യൽ മെയിൻ്റനൻസ് ആണ്. അത് പീരിയോഡിക്കലിൽ പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇഫ് യു ആർ ഫൈൻഡിങ് എ റെയിൽ ഹാസ് ഗോൺ വേർഡ് മോർ ദാൻ 5%, വി വിൽ ഹാവ് ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ അതൊക്കെ ഒരു സ്പെഷ്യൽ മെയിൻ്റനൻസ് പെട്ടതാണ്, എക്സ്ക്ലൂസീവ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലാണ് നമ്മൾ മെയിൻ്റനൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് നോർമൽ ഡെയിലി മെയിൻ്റനൻസ്, രണ്ടാമത്തത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, ആൻഡ് മൂന്നാമത്തത് സ്പെഷ്യൽ മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റനൻസ് കാറ്റഗറിയിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ളത്. ഇനി ഈ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട്, അതല്ല ട്രാക്കിൻ്റെ മൊത്തത്തിലുള്ള ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അതിലേറ്റവും മുകളിലായിട്ട് ഉള്ള ആളാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്ന് പറയും. ഏറ്റവും ഉന്നത പദവിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. ഈ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഒരുപാട് തസ്തികകളിലുണ്ട്. നോർമൽ പ്രോജക്റ്റ് ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട്, കൺസ്ട്രക്ഷനും മെയിൻ്റനൻസ്, ബ്രിഡ്ജ് എന്നീ കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് പല മേഖലയിലുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുണ്ട്. അവരാണ് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പദവി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളുകൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ്. അപ്പോൾ മെയിൻ്റനൻസ് ആണ് നമ്മളിവിടെ പോയിന്റ് ഓഫ് ഫോക്കസ്. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉണ്ടാവും. അയാളുടെ ഉത്തരവാദിത്വം എന്താണ്? റെയിൽവേ ട്രാക്കിൻ്റെ മെയിൻ്റനൻസ് ആയിരിക്കും.
അപ്പോൾ മെയിൻ്റനൻസ് വിഭാഗത്തിൽപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ താഴെ എ സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മൾ PWDയുടെ പിന്നെ ഒരു അധികാര പദവികൾ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റെയിൽവേയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈറാർക്കി, ആ ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ ഒന്ന് പഠിക്കണം. അപ്പോൾ ഞാനത് സ്ക്രീനിൽ കാണിക്കാം, അതിൻ്റെ കൂടെ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ളത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ താഴെ ഒരുപാട് ഡിവിഷണൽ എഞ്ചിനീയർമാരുണ്ടാവും. ഡിവിഷണൽ എഞ്ചിനീയർമാരുടെ താഴെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരുണ്ടാവും. അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരുടെ താഴെ 2 കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ 2 പ്രത്യേക ജോലി നിർവഹിക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അതിലൊന്നാമത്തത് ചീഫ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ അഥവാ CPWI എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുക, ചീഫ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ. അതേപോലെ മറ്റൊരു തട്ടിൽ നിൽക്കുന്ന മറ്റൊരു ജോലി ചെയ്യുന്ന ആളുകളാണ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് വർക്ക്. ഇവർ 2 പേരുടെയും ജോലികളിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൻ്റെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഗ്യാങ്ങിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളാണ്. പിന്നെ ഇൻസ്പെക്ടർ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഈ ചീഫ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ താഴെ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടേഴ്സ് 3 ഗ്രേഡുകളിലായിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 പെർമനൻറ്റ് വേ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ PWDയിൽ പഠിച്ച സമയത്തും ഓവർസിയർ പോസ്റ്റ്, അതായത് ഏറ്റവും താഴത്തുള്ള എഞ്ചിനീയർ പോസ്റ്റ് ആയിട്ടുള്ള ഓവർസിയർ പോസ്റ്റ് 3 ഗ്രേഡുകളിലുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പിന്നെ ജോലി നൽകപ്പെടുക ഗ്രേഡ് 3യിലായിരിക്കും. അവിടുന്ന് പ്രൊമോട്ടഡ് ആയിട്ട് ഗ്രേഡ് 2ലോട്ടും ഗ്രേഡ് 1ലോട്ടും എല്ലാം പോവുകയാണ് ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസിനും നമ്മുടെ കഴിവിനൊക്കെ അനുസരിച്ച്. അതേപോലെ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ പോസ്റ്റിലും 3 ഗ്രേഡുകളുണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ആൻഡ് ഈ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ താഴെയാണ് നമ്മൾ പറഞ്ഞ ഓരോ സെക്ഷനിൻ്റെയും മെയിൻ്റനൻസുമായി നമ്മൾ ഫീൽഡിൽ വിടുന്ന ആ ടീം ഓഫ് പീപ്പിൾ. അവരെ വിളിക്കുന്ന പേരെന്താണ്? ഗാങ് മെൻ. ഈ ഗാങ് മെന്നാണ് ഈ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ സെക്ഷനിൽ ട്രാക്ക് പോയി നോക്കി കണ്ട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഗാങ് മെന്നിൻ്റെ ലീഡറുടെ പേര് ഗാങ് മെയ്റ്റ് ഓർ ഗാങ്ങർ എന്നാണ്. ആൻഡ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, കീമാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഹൈറാർക്കി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡർ കൃത്യമായി വരച്ച് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നിർബന്ധമാണ് ആ ഹൈറാർക്കി. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഹൈറാർക്കി നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ജോലി എന്താണെന്ന് നമ്മുടെ എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഈ 5 മാർക്കിനോ 6 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 3 പേരുടെ അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഉദ്യോഗസ്ഥരുടേത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ നോക്കുന്നത്. 1 കീമാൻ, 2 ഗാങ് മെയ്റ്റ്, 3 പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ. ഈ 3 പേരുടെ ഇതാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നത്. സോ നമ്മൾ അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കീമാൻ്റെ ജോലി എന്താണ്? കീമാൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആ 12 പേരടങ്ങുന്ന ടോട്ടൽ ഗ്യാങ്ങിലെ നട്ടും ബോൾട്ടും മുറുക്കാൻ വേണ്ടി പ്രത്യേകം സ്കില്ലുള്ള ഒരാളാണ് കീമാൻ എന്ന് ഓർത്താൽ മതി. അപ്പോൾ കീമാൻ്റെ ഡ്യൂട്ടീസ് ഒന്ന് നോക്കാം. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതും ഒന്ന് നോട്ട് എഴുതിയെടുക്കുക. ഹി അറ്റൻഡ്സ് ടു ദ ബോൾട്ട്സ് ആൻഡ് കീസ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഗേജ്. റെയിൽവേ ട്രാക്കിൻ്റെ ഗേജുമായി ബന്ധപ്പെട്ടിട്ട്, ഗേജ് എന്തായിരുന്നു? 2 ട്രാക്കുകൾ തമ്മിലുള്ള കൃത്യമായ അകലത്തിനെയാണ് ഗേജ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഗേജുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്ക് കൃത്യമായി സ്ലീപ്പറിലോട്ട് മുറുക്കി വെച്ചിട്ടുള്ള ഒരുപാട് ബോൾട്ടുകളും കീസും പിന്നെ സ്പൈക്സും എല്ലാം ഉണ്ട്. ഇതെല്ലാം നോക്കി നടത്തുന്ന ആൾ ഈ കീമാനാണ്. ഹി കീപ്സ് അപ്പ് ഓൾ ദ ഫാസനിങ്സ് ആൻഡ് ജോയിൻറ്റ്സ്. എല്ലാ ഫാസനിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിനെ ബന്ധിപ്പിച്ച സാധനങ്ങളെയാണ് ഫാസനിങ്സ് എന്ന് പറയുക. അതേപോലെ ജോയിൻറ്റ്, റെയിൽവേ ട്രാക്കുകളുടെ ചേർന്നോർത്ത് വെൽഡ് ചെയ്തോ അതല്ലെങ്കിൽ നമ്മൾ ഫിഷ് ബോൾട്ടോ ഫിഷ് പ്ലേറ്റോ ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗത്തിനെയൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കീമാനാണ്. ഹി വർക്ക്സ് അലോങ് ദ റെയിൽ ആൻഡ് അറ്റൻഡ്സ് വൺസ് ഓൾ ഡേ. എല്ലാ ദിവസവും വന്ന് റെയിൽവേ ട്രാക്ക് പരിശോധിച്ച് ആ റെയിൽവേ ട്രാക്കിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ നോക്കി അതൊക്കെ മുറുക്കുന്ന ആൾ കീമാനാണ്.
He has to report to the authorities if serious defects are found on the track. അപ്പോൾ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിലും വലിയ തകരാറുകൾ റെയിൽവേ ട്രാക്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരെ, ആദ്യം അത് ഗാങ്മേറ്റിനെ, പിന്നെ അതിൻ്റെ മുകളിലെ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറെ എല്ലാം അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ കീ മാനുണ്ട് എന്നും ഓർത്തിരിക്കാം. ഇനി അടുത്ത ആൾ, പ്രധാനപ്പെട്ട അടുത്ത ആൾ ആരാണ്? ആ 12 ആളുള്ള ആ ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഗ്യാങ് മെന്നിൻ്റെ ലീഡറായിട്ടുള്ള ഗ്യാങ് മെയ്റ്റ് ആണ്. സോ വാട്ട് ആർ ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് ഗ്യാങ് മെയ്റ്റ്, അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഞാനത് സ്ക്രീനിൽ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനത് വായിക്കാം. ദ ഡ്യൂട്ടീസ് ഓഫ് ഗ്യാങ് മെയ്റ്റ്: 1. ടു കീപ് ഹിസ് സെക്ഷൻ അണ്ടർ ഗുഡ് കണ്ടീഷൻ. തൻ്റെ സെക്ഷൻ വളരെ വെടിപ്പായിട്ട് പോകുന്നുണ്ട്. പെർമനൻ്റ് വേ ഇൻസ്പെക്ടർ ഒരു 5-6 കിലോമീറ്റർ കൂടിയ ഒരു കഷ്ണം ഏരിയ ഈ ഗ്യാങ് മെയ്റ്റിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടാവും. ഈ ഗ്യാങ് മെയ്റ്റിന് താഴെ ഒരു 11 മറ്റ് ലേബേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാങ് മെയ്റ്റിൻ്റെ താഴെയുള്ള സെക്ഷൻ പെർഫെക്റ്റ് ആണ്, അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗ്യാങ് മെയ്റ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആൻഡ് മെയിൻറ്റെയിൻ കറക്റ്റ് അലൈൻമെൻറ്റ് ആൻഡ് ലെവൽ ഇൻ ഹിസ് സെക്ഷൻ. തൻ്റെ ഏരിയയിൽ അലൈൻമെൻറ്റും ലെവലെല്ലാം കറക്റ്റാണെന്ന് പീരിയോഡിക്കൽ മെയിൻ്റനൻസിലൂടെ ഉറപ്പുവരുത്തേണ്ട ആൾ ഈ ഗ്യാങ് മെയ്റ്റ് ആണ്. ഹി ഹാസ് ടു അറേഞ്ച് ഓൾ ദ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ ഹിസ് ഗ്യാങ് ഫോർ മെയിൻറ്റെയിനിങ് ദ ട്രാക്ക്. ട്രാക്കിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്യാങ് മെന്നിന് ഒരുപാട് ടൂൾസും മറ്റു സാധനങ്ങളും ആവശ്യമുണ്ടാവും. അതെല്ലാം സമയത്തിന് എത്തിച്ചു കൊടുത്ത് ആളുകൾക്ക് അവൈലബിൾ ആക്കേണ്ട ഉത്തരവാദിത്തം ഗ്യാങ് മെയ്റ്റിൻ്റെയാണ്. പീരിയോഡിക്കൽ ചെക്കിംഗ് ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഗ്യാങ് മെയ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് ഹി വിൽ ബി ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ്. ഇവിടെ എന്തെങ്കിലും ഈ ടീം ചെയ്യുന്ന അപരാധത്തിന് മുഴുവൻ ഉത്തരം പറയേണ്ട ആൾ ഗ്യാങ് മെയ്റ്റ് ആണ്. സോ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഉറപ്പുവരുത്തേണ്ട ആൾ ഗ്യാങ് മെയ്റ്റ് ആണ്. സ്റ്റോപ്പ് or slow down a running train in case of emergency by using temporary signal. അത് നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും മരം വീണതോ അതല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് എന്തെങ്കിലും തകരാറുകളൊക്കെ വന്നതായിട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വരുന്ന ട്രെയിനിനെ താൽക്കാലികമായ ചില എമർജൻസി ഡേഞ്ചർ സിഗ്നലുകൾ കാണിച്ച് ട്രെയിനിനെ നിർത്തിക്കേണ്ട ഉത്തരവാദിത്വവും ഗ്യാങ് മെയ്റ്റിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ ആളുകൾ പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലൂടെ പരിശോധിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിലൂടെ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ വരുന്ന ട്രെയിനിനെ അഡ്വാൻസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗ്യാങ് മെയ്റ്റിൻ്റെയാണ്. He should be familiar with details of his section such as number and location of points and crossings etc. തൻ്റെ സെക്ഷന് താഴെയുള്ള റെയിൽവേ ട്രാക്കിൽ എവിടെയൊക്കെയാണ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് ജോയിൻസ് ഉള്ളത്, എത്ര ജോയിൻസ് ഉണ്ട്, എത്ര പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഉണ്ട്, അങ്ങനെ തൻ്റെ സെക്ഷന് താഴെയുള്ള റെയിൽവേ ട്രാക്കിൻ്റെ സകല കാര്യങ്ങളും ഈ ഗ്യാങ് മെയ്റ്റിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഭയങ്കരമായ ഫെമിലിയറൈസേഷൻ വേണം. അത് അത്രയും ട്രാക്കുമായി കടുത്ത പരിചയം ഉണ്ടാക്കിയെടുക്കണം ഗ്യാങ് മെയ്റ്റ്. എന്നാൽ മാത്രമേ അവിടെയുള്ള മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ അയാൾക്ക് കൃത്യമായി കൊണ്ടു നടക്കാൻ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഒരു ഗ്യാങ് മെയ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഈ ഒരുവിധം ഡ്യൂട്ടി എല്ലാം കോമൺ ആണ്. പിന്നെ അത് നമ്മൾ ഓരോ അധികാര പദവിയിലുള്ള ആളുകൾക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗ്യാങ് മെയ്റ്റിന് അല്ലെങ്കിൽ ഗ്യാങ്മെൻ്റെ തൊട്ടു മേലത്തെ അധികാരിയാണ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ, PWI എന്ന് പറയും. അത് എത്ര ഗ്രേഡുകളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ്? 3 ഗ്രേഡുകളുണ്ട്. ഈ 3 ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഗ്രേഡ് 1 ആൾ ഗ്രേഡ് 2ൻ്റെ സുപ്പീരിയർ ആയിരിക്കും, ഗ്രേഡ് 2 ഗ്രേഡ് 3യുടെ സുപ്പീരിയർ ആയിരിക്കും, ആൻഡ് ഗ്രേഡ് 3 വിൽ ബി ഡയറക്ട്ലി ഇൻ ചാർജ് ഓഫ് ദ ഗ്യാങ്മെൻ. അതിൽ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടീസാണ് ഞാനിനി സ്ക്രീനിൽ കാണിക്കുന്നത്. He is responsible to Chief Permanent Way Inspector for the duties assigned to him. തൻ്റെ ഏറ്റവും ഉന്നതാധികാരിയായിട്ടുള്ള ചീഫ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ഡ്യൂട്ടികൾ അത് ചെയ്യാനും അത് ചെയ്തത് തിരിച്ച് ആ ഉന്നത അധികാരിയെ ബോധിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഈ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർക്കുണ്ട്. അതായത് തൻ്റെ സുപ്പീരിയർ ഓഫീസറായിട്ടുള്ള ചീഫ് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ തരുന്ന ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. ഹി ഹാസ് ടു പ്രിപ്പയർ മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ ഗ്യാങ്മെൻ. ഗ്യാങ്മെന്നിനെ കൊണ്ട് കൃത്യമായി മെയിൻ്റനൻസ് പ്രോഗ്രാം വെച്ച്, പീരിയോഡിക്കൽ മെയിൻ്റനൻസ് പ്രോഗ്രാം വെച്ച് ആ പണിയെടുപ്പിക്കേണ്ട ഉത്തരവാദി
നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ലേബേഴ്സിനെ കൊണ്ട് പണിയെടുക്കേണ്ട പണിയാണ് ഓവർസിയർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഗാങ്മെൻ ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടേതാണ്. ഹി ഹാസ് ടു ചെക്ക് ദ സൈറ്റ് ആൻഡ് അറ്റൻഡൻസ് ഓഫ് ദ വർക്കേഴ്സ്. സൈറ്റിൽ പണിക്കാരുണ്ടെന്നും ആ പണിക്കാരുടെ അറ്റൻഡൻസ് കൃത്യമായി റെക്കോർഡ് ചെയ്യേണ്ടതും പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ ജോലിയാണ്. ഹി ഹാസ് ടു ഇൻസ്പെക്ട് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആൻഡ് അറേഞ്ച് ദ റെക്ടിഫിക്കേഷൻ. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ലേബേഴ്സിന് വലിയ പരിചയം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒരുപാട് മെഷീനറീസും എല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് റെയിൽവേ ട്രാക്ക്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളെയൊക്കെ പരിശോധിച്ച് അവർക്ക് ആവശ്യമുള്ള റെക്ടിഫിക്കേഷൻസ് നൽകേണ്ടത് പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ ജോലിയാണ്. He has to coordinate the work of different gangmen and maintain the record of work of the gangmen. ഗാങ്മാനെ കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പണിയെടുപ്പിക്കുന്നതും ഗാങ്മാൻ ചെയ്യുന്ന വർക്കിനെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഈ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ ജോലി തന്നെയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടറുടെ ജോലിയായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സമയപരിമിതി കൊണ്ടാണ് എനിക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അതിൽ വോയിസ് ഓവർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായത്. എനിവേ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഹൈറാർക്കി പഠിക്കണം. മെയിൻ്റനൻസ്, റെയിൽവേ ട്രാക്കിലെ മെയിൻ്റനൻസ് എന്തെല്ലാമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ കീമാൻ, പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ, ഗാങ്മേറ്റ് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. And thank you. Have a nice day.